ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് എന്ന വിചിത്രമായ അത്ഭുതം. രാവിലെ 5:45 എഴുന്നേറ്റ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. ആളുകൾ വന്ന് തിരക്കാവുന്നതിന് മുമ്പ് അതിന്റെ ഭംഗി ആസ്വദിക്കാനാണ് ഇത്ര രാവിലെ എഴുന്നേറ്റ് വന്നത്. ഇതൊരു സാധാരണ പാലമല്ല. ഇത് സിമെന്റോ കമ്പിയോ ഉപയോഗിച്ചുണ്ടാക്കിയതല്ല. മറിച്ച് പ്രകൃതിയോടൊപ്പം മനുഷ്യൻ ചേർന്ന് പണിഞ്ഞ ഒരു ജീവിക്കുന്ന പാലമാണിത്. ഫിക്കസ് എലാസ്റ്റിക്ക എന്നൊരു തരം റബ്ബർ മരത്തിന്റെ വേരുകൾ വർഷങ്ങളായി ഒരേ ദിശയിൽ വളർത്തി 2 നിലയിൽ കൂടി ചേർന്നതാണ് ഈ അത്ഭുതം. കാലക്രമേണ ആ വേർ കൂടുതൽ ശക്തിയായി വളർന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ പാലം ജീവിച്ചിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ വേരുകൾ വളരുകയും പാലത്തിന് കൂടുതൽ ശക്തി കൂടുകയും ചെയ്യുന്നു. ഒരു സമയം 50ഓളം ആളുകളെ ഭാരം താങ്ങാൻ ഇതിന് കഴിയും. പ്രദേശവാസികൾ പറയുന്നത് ഈ പാലത്തിന് 250 വർഷമോ അതിലധികമോ പ്രായമുണ്ടെന്നാണ്. ഈ പാലത്തിന് 2 നിലകളുണ്ട്. താഴത്തെ തട്ടിലൂടെയും മുകളിലത്തെ തട്ടിലൂടെയും ആളുകൾക്ക് നടന്നു പോകാം. ഒരു കോൺക്രീറ്റ് പാലം കാലക്രമേണ തകരും. എന്നാൽ ഈ വേരുപാലം കാലം ചെല്ലുന്തോറും കൂടുതൽ കരുത്താർജിക്കുന്നു. ഓരോ മഴയിലും ഓരോ വേനലിലും വേരുകൾ വളർന്ന് തട്ടുകൾക്ക് ഉറപ്പേക്കുന്നു. വന്ന സ്ഥിതിക്ക് അതിന്റെ മുകളിലൂടെ ഒറ്റയ്ക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഈ പാലത്തിന് താഴെ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്. എടുത്തു പറയേണ്ടത് ഈ നദിയിലെ തെളിഞ്ഞ വെള്ളത്തെക്കുറിച്ചാണ്. ഈ നദി എത്രത്തോളം തെളിഞ്ഞതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഡബിൾ ഡെക്കർ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഈ ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ്. 10 ഡിഗ്രിയിൽ താഴെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. രാത്രിയിൽ അനുവിന്റെ സ്റ്റൗവിൽ നിന്ന് ഒരു ഗ്ലാസ് കാപ്പിയും ഉണ്ടാക്കി കൊടുത്ത് ഇവിടുത്തെ പ്രധാന സ്പോട്ടുകളായ ബ്ലൂ ലഗൂൺ, റെയിൻബോ ഫോൾ ഒക്കെ നാളെ ട്രെക്ക് ചെയ്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ യാത്രകൾ തുടരും.